ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉപേക്ഷിച്ച നിലയിലുള്ള വൈദ്യുതി തൂണുകൾ നീക്കം ചെയ്യണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ സംഘാടക മികവും സുരക്ഷാ മികവും മാതൃകാപരമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. കോഴിക്കോടിന്റെ സ്വന്തം രാധാ തിയേറ്ററിന് ശതാബ്ദി നിറവ്. കാളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദി ഗ്രന്ഥശാല MT അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ഉപേക്ഷിച്ച നിലയിലുള്ള വൈദ്യുതി തൂണുകൾ നീക്കം ചെയ്യണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ബേപ്പൂർ BC റോഡ് ജംഗ്ഷന് സമീപം കൂട്ടിയിട്ട തൂണുകൾ നീക്കം ചെയ്യാനാണ് കല്ലായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. ബേപ്പൂർ BC റോഡ് ജംഗ്ഷന് സമീപം റോഡരികിൽ ഉപേക്ഷിച്ച നിലയിലുള്ള വൈദ്യുതി ബോർഡിന്റെ വൈദ്യുത തൂണുകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു. കല്ലായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. ഉത്തരവ് നടപ്പാക്കി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 28-ന് വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗ് കേസ് പരിഗണിക്കും. 100-ലധികം വൈദ്യുത തൂണുകളാണ് റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. ചില തൂണുകളിലെ കോൺക്രീറ്റ് തകർന്ന് ഇരുമ്പ് കമ്പികൾ റോഡിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. ബേപ്പൂർ ഹൈസ്കൂളിലേക്കും LP സ്കൂളിലേക്കുമുള്ള വിദ്യാർത്ഥികളടക്കം ഒട്ടേറെ യാത്രക്കാർ നടന്നു പോകുന്ന റോഡിലാണ് അപകടം പതിയിരിക്കുന്നത്. കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ സംഘാടക മികവും സുരക്ഷാ മികവും മാതൃകാപരമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. ടൂറിസം വകുപ്പിന്റെയും ബന്ധപ്പെട്ട അധികാരികളെയും MDC ഭാരവാഹികൾ യോഗത്തിൽ അഭിനന്ദിച്ചു. ജനുവരി 4-5 തീയതികളിൽ ബേപ്പൂർ ചാലിയം ബീച്ചിൽ നടത്തിയ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് മികച്ച രീതിയിൽ സംഘടിപ്പിച്ച എല്ലാവരെയും മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ അഭിനന്ദിച്ചു. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ഗിന്നസ് പരിപാടിയിൽ സംഭവിച്ച അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ നിവേദനം നൽകി ചർച്ച നടത്തിയിരുന്നു. ബേപ്പൂരിൽ നടത്തിയ വാട്ടർ ഫെസ്റ്റ് മലബാറിന്റെ ടൂറിസം മേഖലയെ ലോക ശ്രദ്ധയിൽ എത്തിക്കാൻ കഴിഞ്ഞുവെന്നും കോഴിക്കോട്ട് ചേർന്ന യോഗം വിലയിരുത്തി. യോഗത്തിൽ പ്രസിഡന്റ് ഷെവലിയർ C. ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. സംഘാടക മികവും സുരക്ഷാ സംവിധാനവും കുറ്റമറ്റ രീതിയിൽ നടത്തുകയും യാതൊരു അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെ വളരെ ഗംഭീരമായി മലബാറിന്റെ ടൂറിസം മേഖലയിലെ ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തുന്ന രീതിയിൽ നടത്തിയ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയെയും ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെയും ജില്ലാ ഭരണകൂടം, പോലീസ്, ഫയർഫോഴ്സ്, അനുബന്ധ വകുപ്പുകളുടെ എല്ലാം യോജിച്ചുള്ള പ്രവർത്തനം ഏറെ പ്രശസ്ത നേടിയിരുന്നു. രക്ഷാധികാരി A. ശിവശങ്കരൻ, TP വാസു, ഡോക്ടർ അഖിൽ, R. കൃഷ്ണൻ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, സെക്രട്ടറിമാരായ PI അജയൻ, കുന്നോത്ത് അബൂബക്കർ, നോവെക്സ് മൻസൂർ CK, ജോസി V. ചുങ്കത്ത്, CC മനോജ്, മധുജിത്ത് കേലാട്ട് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കോഴിക്കോടിന്റെ സ്വന്തം രാധ തിയേറ്ററിന് ശതാബ്ദി നിറവ്. 1925-ലാണ് തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചത്. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ആധുനിക സാങ്കേതിക മികവോടെ തിയേറ്റർ ഇന്നും തലയുയർത്തി നിൽക്കുന്നുണ്ട് മിഠായി തെരുവിൽ. കോഴിക്കോട്ട് ജീവിച്ച ഈ നഗരത്തിലൂടെ കടന്നുപോയ ലക്ഷക്കണക്കിന് ആളുകളുടെ ഓർമ്മകളിൽ സിനിമാ കാഴ്ചകൾ നിറച്ച രാധ പിക്ചർ പാലസിന്റെ തുടക്കം 1925 ജനുവരി 8-നാണ്. കാലത്തിന്റെ മാറ്റങ്ങളെ കണ്ടും അതിജീവിച്ചും കോഴിക്കോടിന്റെ വ്യാപാര ചരിത്രഭൂമിയായ മിഠായി തെരുവിൽ 100ന്റെ തിളക്കത്തിൽ ഇന്നും തലയുയർത്തി നിൽക്കുകയാണ് ഈ സിനിമാ കൊട്ടക. യു ഭവാനി റാവു ഡട്ട് തിയേറ്റർ തുടങ്ങിയപ്പോൾ തന്റെ ഭാര്യ രാധാബായിയുടെ പേരാണ് നൽകിയത്. 20,000 രൂപ ചെലവിലാണ് അന്ന് തിയേറ്റർ ആരംഭിച്ചത്. 1300 ആളുകൾക്ക് ഇരിക്കാവുന്ന ഹാളിൽ സ്ത്രീകൾക്കായി അന്ന് പ്രത്യേക സ്ഥലവും ഉണ്ടായിരുന്നു. ദിവസേന 300ഓളം സ്ത്രീകൾ സിനിമയും നാടകവും കാണാൻ വരാറുണ്ടായിരുന്നുവെന്ന് അന്നത്തെ വാർത്തകളിലുണ്ട്. സൗകര്യങ്ങളിലും പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളുടെ മേന്മയിലും മദ്രാശിയിലെയും ബോംബെയിലെയും തിയേറ്ററുകളോട് കിടപിടിക്കാൻ യോഗ്യതയുള്ള തിയേറ്ററായിരുന്നു രാധ. 1925 ജനുവരി 7-ന് പ്രവർത്തനം തുടങ്ങിയ തിയേറ്ററിൽ ആദ്യകാലത്ത് സിനിമകളോടൊപ്പം നാടകങ്ങളും പ്രദർശിപ്പിച്ചിരുന്നു. 1934 മെയ് 16-നാണ് ആദ്യമായി സംസാരിക്കുന്ന ചിത്രം രാധ പിക്ചർ പാലസിൽ പ്രദർശിപ്പിക്കുന്നത്. പെയിന്റഡ് വുമൺ ആയിരുന്നു ആ സിനിമ. വിവിധ കാലങ്ങളിൽ നവീകരിക്കപ്പെട്ട രാധ തിയേറ്റർ ഇന്ന് AC സംവിധാനമുള്ള 4K തിയേറ്ററാണ്. പഴയ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് രാധ തിയേറ്റർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ സ്ട്രക്ചർ അതേപോലെ തന്നെ നിലനിർത്തുന്നതിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. പുതുതായിട്ടുള്ള പരിഷ്കാരങ്ങൾ സമയാസമയങ്ങളിൽ നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 4K ഡോൾബി 7.1-ലാണ് രാധ തിയേറ്റർ. 1948-ൽ സൂപ്പർ സിംപ്ലക്സ് 4-സ്റ്റാർ ശബ്ദ സംവിധാനവും ഹൈ ഇന്റൻസിറ്റി ആർച്ച് ലൈറ്റും സ്ഥാപിച്ച് തിയേറ്റർ നവീകരിച്ചു. UB ഡട്ട് ആൻഡ് കമ്പനിയിൽ നിന്നും പിന്നീട് ഫറൂഖിലെ പൂതേരി കുടുംബം തിയേറ്റർ വാങ്ങി. നടി വിധു ബാലയുടെ ഭർത്താവും പൂതേരി കുടുംബാംഗവുമായ മുരളീകുമാറിന്റെ ഉടമസ്ഥതയിലാണ് തിയേറ്റർ ഇന്നുള്ളത്. നഗരത്തിലെ കോർണേഷൻ തിയേറ്ററും ഇവരുടെ ഉടമസ്ഥതയിലാണ്. മാജിക് ഫ്രെയിംസ് നടത്തിപ്പ് ഏറ്റെടുത്തതോടെ രാധ പിക്ചർ പാലസിന്റെ പേര് മാജിക് ഫ്രെയിംസ് രാധ എന്നാക്കി മാറ്റിയിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കാളാണ്ടിത്താഴം ദർശന സാംസ്കാരിക വേദി ഗ്രന്ഥശാല MT അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. MT കയ്യൊപ്പ് ചാർത്തിയ DVD-യുടെ പ്രദർശനവും നടന്നു. കേരള ഫെഡറേഷൻ കൌൺസിൽ ചെയർമാൻ പ്രതാപ് മൊണാലിസ ഉദ്ഘാടനം ചെയ്തു. 2007 ജനുവരി 14-ന് ലൈബ്രറി കൌൺസിലിന്റെ പിന്തുണയോടെ ദർശനം ഗ്രന്ഥാലയം 2ാം ഊഴം ഇതിഹാസത്തിന്റെ ആധുനിക ഭാഷ്യം എന്ന പേരിൽ ജനകീയ സാഹിത്യ അരങ്ങ് സംഘടിപ്പിച്ചിരുന്നു. ഉദ്ഘാടകനായ അന്നത്തെ സംഗീത നാടക അക്കാദമി ചെയർമാൻ ഭരത് മുരളി ചെയ്ത പ്രഭാഷണത്തിൽ MTയുടെ കഥാപാത്രങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച DVD 1000 പൂർണ്ണചന്ദ്രന്മാരെ ദർശിച്ച MTക്ക് ആദരവ് പകരാൻ 2017-ൽ ദർശനം പ്രവർത്തകർ സമർപ്പിച്ചിരുന്നു. അദ്ദേഹം കയ്യൊപ്പ് ചാർത്തി തിരിച്ചു നൽകിയ DVD-യുടെ പ്രദർശനമാണ് നടന്നത്. ചിത്രകാരനും ചലച്ചിത്ര പ്രവർത്തകനുമായ പ്രതാപ് മൊണാലിസ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ ദർശനവും MTയും തമ്മിൽ വല്ലാതെ ബന്ധമുണ്ട് നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയും. കാരണം നമ്മുടെ ദർശനവും നമ്മുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കാണ് പ്രാമുഖ്യമുള്ളത്. MT കഥയെക്കുറിച്ച് വിലപിച്ചതൊക്കെ പിന്നീട് പുസ്തകമായി ഇറങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ MT നല്ല പരിസ്ഥിതി പ്രവർത്തനം കൂടിയായിരുന്നു. എഴുത്തുകാരൻ മാത്രമല്ല. നമ്മൾ MTക്ക് ശേഷമാണ് നമ്മളിപ്പോൾ MTയെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. MT
ഡി സിനിമാ ഗാന രചയിതാവായിരുന്നു, MD നാടകകൃത്തായിരുന്നു. അങ്ങനെ ഇങ്ങനെ പഠനത്തിന്റെ പല ഭാഗമായിട്ട് പല കാര്യങ്ങളും നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദർശനം വൈസ് പ്രസിഡന്റ് CP ഐഷാബി അധ്യക്ഷയായിരുന്നു. ദർശനം മുഖ്യരക്ഷാധികാരി MA ജോൺസൺ, സാഹിത്യ നിരൂപകൻ സ്വാമിനാഥൻ പറേക്കാട്ട്, ബാലവേദി മെന്റർ P തങ്കം, വനിതാവേദി കൺവീനർ M സുധ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി TK സുനിൽകുമാർ, ജോയിന്റ് സെക്രട്ടറി P ജസീലുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വര ഗ്രൂപ്പ് ചിത്ര പ്രദർശനം ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. 24 കലാകാരന്മാരുടെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. തലശ്ശേരിയിലെ മൾട്ടിമീഡിയ ആർട്ടിസ്റ്റ് ഫോറം നടത്തുന്ന ചിത്ര പ്രദർശനം ജനുവരി 11-ന് സമാപിക്കും. യുദ്ധക്കെടുതിയിൽ വലയുന്ന ഗാസയുടെ ദൈന്യതയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ സമകാലീന പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന സംഘ ചിത്ര പ്രദർശനമാണ് വര. അക്കാദമി ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം ആരംഭിച്ചത്. മലബാറിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 24 ചിത്രകലാകാരന്മാരുടെ 48 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉള്ളത്. ഡോക്ടർ ഖലീൽ ചൊവ്വയാണ് കേഴുന്ന ഗാസ എന്ന പരമ്പരയിൽ ഗാസയുടെ വർത്തമാനകാല ചിത്രം വരച്ചത്. അന്തരിച്ച MT വാസുദേവൻ നായരുടെയും MP വീരേന്ദ്രകുമാറിന്റെയും പോർട്രേറ്റുകളും ശ്രദ്ധേയമാണ്. മലബാറിന്റെ ഉത്സവ കാഴ്ചകളായ തെയ്യവും തിറയുമെല്ലാം ചിത്രങ്ങളിൽ നിറയുന്നുണ്ട്. A സത്യനാഥ്, പ്രശാന്ത് ഒളവിലം, സെൽവൻ മേലൂർ, ജനിത സുധീർ, ബിജു സെൻ, അഫ്രോസ് ഷഹാന തുടങ്ങിയ 24 ചിത്രകാരന്മാരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. അഹമ്മദ് ദേവർകോവിൽ MLA പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഖലീൽ ചൊവ്വ അധ്യക്ഷത വഹിച്ചു. PP ശശീന്ദ്രൻ, ദീപക് ധർമ്മടം, K സുരേന്ദ്രൻ, സെൽവൻ മേലൂർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാനോ റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. വാർഡ് കൌൺസിലർ ഗിരിജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. നാനോ റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷവും പുതുവത്സരാഘോഷങ്ങളും ബേപ്പൂരിൽ സംഘടിപ്പിച്ചു. വാർഡ് കൌൺസിലർ ഗിരിജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ നവ്യ KP, ബൈഗാസി, ഫാത്തിമ സെൻഹ, സോയ സനോഷ് എന്നിവരെയും മിഠായി കഥകളുടെ അവതരണത്തിന് നിരവധി പുരസ്കാരങ്ങൾ നേടിയ മനോജ് പൂളക്കലിനെയും ചടങ്ങിൽ ആദരിച്ചു. പെണ്ണുങ്ങൾക്കുള്ള സംവരണം വന്നോണ്ട്, അല്ലെങ്കിൽ നമുക്ക് വിട്ടുതരില്ല കേട്ടോ, ആണുങ്ങൾ ആരും വിട്ടുതരില്ല. അപ്പോൾ സംവരണം വന്നതുകൊണ്ടാണ് എനിക്കും ഇതിനുള്ള ഒരു ചാൻസ് ഒക്കെ കിട്ടിയത്. അപ്പോൾ ഇവര് പറഞ്ഞല്ലോ, നമ്മളെ പ്രസിഡന്റ് പറഞ്ഞല്ലോ, എനിക്കൊന്നും അറിയില്ല, അതേപോലെ ഇരുന്നു ഞാനും. ഇപ്പോഴും അറിഞ്ഞിട്ടല്ല, എന്നാലും അങ്ങനെ വലുതായി വന്നോളൂ. ഇപ്പൊ നമ്മൾക്കെല്ലാം പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടായിക്കോളും. പ്രസിഡന്റ് TP ഷീല അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി ലീലാവതി, ട്രഷറർ ദിനേശൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും കായിക മത്സരങ്ങളും നടന്നു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോട്ടൂർ മണ്ഡലം 19-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പെരവച്ചേരിയിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് K. പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് E. ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. രഘുനാഥൻ മാസ്റ്റർ ഉള്ളിയേരി, UDF കോഴിക്കോട് കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി നേതാവ് K. ശോഭിത എന്നിവർ ക്ലാസ് എടുത്തു. പരിപാടിയിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ആദരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. മുൻ പഞ്ചായത്ത് മെമ്പർമാരായ CH സുരേന്ദ്രൻ, E. ഗോവിന്ദൻ നമ്പീശൻ, കോട്ടൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TK ചന്ദ്രൻ, വാർഡ് മെമ്പർ E. അരവിന്ദാക്ഷൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷീജ മൂലാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുനർനിർമ്മിക്കുന്ന മലാപ്പറമ്പ് ക്രിസ്തുരാജ ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ശിലാസ്ഥാപനം നിർവഹിച്ചു. പുനർനിർമ്മിക്കുന്ന മലാപ്പറമ്പ് ക്രിസ്തു രാജ ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നിർവഹിച്ചു. ഈശോ സഭ പ്രൊവിൻഷ്യൽ ഫാദർ E. P. മാത്യു, ഇടവക വികാരി ഫാദർ സോണി, മുൻ വികാരിയും ഇടവകയുടെ ആത്മീയ ആചാര്യനുമായ ഫാദർ എബ്രഹാം പള്ളിവാതുക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പഴക്കം കാരണം 1.5 വർഷം മുൻപാണ് ക്രിസ്തുരാജ ദേവാലയം പൊളിച്ചത്. കേരളത്തിലെ സൊസൈറ്റി ഓഫ് ജീസസിന്റെ മദർ ഹൌസായ ക്രൈസ്റ്റ് ഹാളിനോട് ചേർന്ന് 1934 ക്രിസ്തുരാജ ദേവാലയം സ്ഥാപിതമായത്. 1.5 വർഷം മുൻപ് പഴയ ദേവാലയം പൊളിച്ച ശേഷം ക്രൈസ്റ്റ് ഹാളിലെ കൊച്ചു ചാപ്പലിലാണ് ദിവ്യബലിയും മറ്റ് തിരുകർമ്മങ്ങളും നടത്തിവരുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇനി സിനിമാ ജാലകം. വില്ലൻ കഥാപാത്രങ്ങളിലൂടെ മലയാളിയെ ഞെട്ടിച്ച ബാലൻ K. നായർ. കഥാപാത്രങ്ങൾ അത് വില്ലനായാലും സ്വഭാവ നടനായാലും അദ്ദേഹത്തോളം തന്മയത്വത്തോടെ അവതരിപ്പിച്ചവർ വേറെയില്ല. ദേശീയ അവാർഡ് വരെ നേടിയ ബാലൻ K. നായർ എന്ന പ്രതിഭയെക്കുറിച്ചാണ് ഇന്നത്തെ സിനിമാ ജാലകത്തിൽ. ബാലകൃഷ്ണൻ നായർ അഥവാ ബാലൻ K. നായർ എന്ന പേര് മലയാള സിനിമയിൽ നിന്നും മലയാളികൾക്കിടയിൽ നിന്നും മറിഞ്ഞിട്ട് ഏതാണ്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുന്നു. ഇടക്കുളം കരിനാട്ട് വീട്ടിൽ കുട്ടിരാമൻ നായരുടെയും ദേവകി അമ്മയുടെയും മകനായി 1933 ഏപ്രിൽ 4-ാം തീയതിയാണ് ബാലൻ K. നായർ കോഴിക്കോടിനടുത്തുള്ള ചേമഞ്ചേരിയിൽ ഭൂജാതനാകുന്നത്. ഏതാണ്ട് 300ഓളം സിനിമകളിൽ വലുതും ചെറുതുമായ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്ത ബാലൻ K. നായർക്ക് ഭാരത് അവാർഡ് അടക്കം ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി. 1970 A. വിൻസെന്റ് സംവിധാനം ചെയ്ത നിഴലാട്ടം എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിലേക്ക് ബാലൻ K. നായർ അരങ്ങേറ്റം കുറിച്ചത്. 2 തവണ കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ പുരസ്കാരവും ഭാരത് അവാർഡ് അടക്കം ഒട്ടനവധി ദേശീയ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഒരുപക്ഷെ മലയാള സിനിമയിൽ സ്ത്രീകളെയും കുട്ടികളെയും ഇത്രത്തോളം ഭയപ്പെടുത്തിയ ഒരു വില്ലൻ കഥാപാത്രം ചെയ്ത നടൻ ഉണ്ടാവുമോ എന്നത് സംശയം തന്നെയാണ്. മിക്ക വേഷങ്ങളിലും അദ്ദേഹം തൻ്റെതായ ഒരു ശൈലി കാഴ്ചവെക്കുകയുണ്ടായി. JN നസീർ കാലഘട്ടങ്ങളിൽ തുടങ്ങി അത് മമ്മൂട്ടി, മോഹൻലാൽ യുഗം വരെ നീണ്ടു നിൽക്കുകയുണ്ടായി. 2000 ഓഗസ്റ്റ് 26-ാം തീയതി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒട്ടനവധി പ്രഗത്ഭ സംവിധായകർ, അതിലുപരി ഒട്ടനവധി പ്രഗത്ഭന്മാരായ പ്രശസ്തരായ എഴുത്തുകാർ, അവർ നൽകിയ കഥാപാത്രങ്ങൾ എല്ലാം ബാലൻ K. നായരുടെ കയ്യിൽ ഭദ്രമായിരുന്നു. ആൾക്കൂട്ടത്തിൽ തനിയെ ആര്യൻ, ഈനാട്, ഒരു വടക്കൻ വീരഗാഥ തുടങ്ങി ആ ലിസ്റ്റ് നീളുകയാണ്. 1970 തുടങ്ങിയ തൻ്റെ സിനിമാ ജീവിതം അദ്ദേഹം അവസാനിക്കുന്നത് 2000 ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമായി നമുക്ക് കരുതാവുന്നത് MT വാസുദേവൻ നായർ സംവിധാനം ചെയ്ത
കടവ് എന്ന ചിത്രത്തിലൂടെയാണ്. കഥാപാത്രങ്ങൾക്ക് താരതമ്യം ചെയ്യാനാകാത്ത വിധം വ്യക്തിത്വം നൽകിയ ബാലൻ കെ നായർ സിനിമാ ആരാധകർക്കിടയിൽ അനശ്വരനാണ്. ജില്ലാ വാർത്തകൾ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ആയുഷ് മേഖലയിലെ തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക, പാരമ്പര്യ നാട്ടുവൈദ്യന്മാർക്ക് തൊഴിൽ സംരക്ഷണത്തിനായി പ്രത്യേക കൗൺസിൽ രൂപീകരിക്കുക തുടങ്ങിയ 10ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ച് കല്ലറ മോഹൻദാസിന്റെയും ഷാജൻ കാവീടിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന തൊഴിൽ സംരക്ഷണ ജാഥ ജില്ലയിലെത്തി. കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്ര ജനുവരി 10 തിരുവനന്തപുരത്ത് സമാപിക്കും. സി ദിവാകരൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇതേ ആവശ്യങ്ങളുമായി ഫെബ്രുവരിയിൽ ഡൽഹിയിൽ പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കല്ലറ മോഹൻദാസ്, കൺവീനർ ഷാജൻ കാവീട് എന്നിവർ അറിയിച്ചു. കോഴിക്കോട് MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും പുതുനഗരം മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സീനിയർ ഡയറക്ടർ ഷെവലിയർ C ചാക്കുണ്ണി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ MS ബീന അധ്യക്ഷയായി. MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ KV മണികണ്ഠൻ, സ്കൂൾ പ്രധാനാധ്യാപിക SA ജെറീന, ഉപപ്രധാനാധ്യാപിക ലിജോ ജോൺ, PTA എക്സിക്യൂട്ടീവ് അംഗം അബ്ദുൽ സമദ് തുടങ്ങിയവർ സംസാരിച്ചു. MVR ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസൾട്ടന്റ് ആൻഡ് ഹെഡ് ഓഫ് കമ്മ്യൂണിറ്റി ഓങ്കോളജി ഡോക്ടർ C നിർമ്മൽ ക്ലാസ് നയിച്ചു. ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷനും ചേർന്ന് നിറവ് സീറോ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ഹരിത ഭവനം പദ്ധതിയുടെ ജനകീയ മോണിറ്ററിംഗിന് കൊയിലാണ്ടി ഉപജില്ലയിൽ തുടക്കമായി. ഇതുവരെ പൂർത്തിയായ 12,000-ലേറെ ഹരിത ഭവനങ്ങളിൽ മോണിറ്ററിംഗ് സമിതി അംഗങ്ങൾ സന്ദർശിച്ച് 3 പെട്ടികൾ വെച്ച് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പ്രവർത്തനം വിലയിരുത്തുകയും വിദ്യാർത്ഥികളോടും കുടുംബാംഗങ്ങളോടും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നതാണ് മോണിറ്ററിംഗിന്റെ രീതി. കാനത്തിൽ ജമീല MLA-യുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ മോണിറ്ററിംഗിൽ കൊയിലാണ്ടി GVHSS-ലെ വിദ്യാർത്ഥികളുടെ വീടുകൾ സന്ദർശിച്ചു. ഗൃഹാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ MLA ജനകീയ മോണിറ്ററിംഗ് ഉദ്ഘാടനം ചെയ്തു. മുക്കുറ്റി ഡിജിറ്റൽ മാഗസിൻ 5ാം വാർഷിക പരിപാടികൾ പറയഞ്ചേരി ബോയ്സ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഗാനരചയിതാവ് കൈതപ്പൻ ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരി ഷീല ടോമി അധ്യക്ഷയായിരുന്നു. മുക്കുറ്റി ഡിജിറ്റൽ മാഗസിൻ രക്ഷാധികാരിയും പ്രശസ്ത കവി NN കക്കാടിന്റെ പത്നിയുമായ ശ്രീദേവി കക്കാട് മുഖ്യാതിഥിയെ പങ്കെടുത്തു. പ്രൊഫസർ ഡോക്ടർ സുനീതി TV, എഴുത്തുകാരായ ശ്രീരമ, ഷബിത എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വാർഡ് കൗൺസിലർ T റനീഷ്, അധ്യാപകമാരായ നിഷ R, രമാദേവി, ഹൃദ്യ R എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉപേക്ഷിച്ച നിലയിലുള്ള വൈദ്യുതി തൂണുകൾ നീക്കം ചെയ്യണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ സംഘാടക മികവും സുരക്ഷാ മികവും മാതൃകാപരമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. കോഴിക്കോടിന്റെ സ്വന്തം രാധാ തിയേറ്ററിന് ശതാബ്ദി നിറവ്. കാളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദി ഗ്രന്ഥശാല MT അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.